നമസ്കാരം. കഴിഞ്ഞ ആഴ്ച നടൻ പൃഥ്വിരാജിൻ്റെ ഒരു സിനിമ റിലീസായിരുന്നു. വിലായത്ത് ബുദ്ധ എന്നായിരുന്നു ആ സിനിമ. അതത്ര വലിയ ഹൈപ്പൊന്നുമില്ലാതെ വളരെ നിശബ്ദമായിട്ട് വന്ന ഒരു സിനിമയായിരുന്നു. ഒരുപക്ഷേ അയാളുടെ പേരിന് മാത്രമുള്ള ഫാൻസുകാരും മറ്റുമൊക്കെ സോഷ്യൽ മീഡിയയെക്കുറിച്ച് ഓളമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിച്ചു. പക്ഷേ എന്തുകൊണ്ടോ ചില വിഭാഗം ഈ സിനിമ ഇറങ്ങുന്നുണ്ട് എന്നതുപോലും മൈൻഡ് ചെയ്യാതാണ് ഒരു രീതിയിലും അതിനോട് പ്രതികരിക്കുകയുണ്ടായില്ല. സ്വാഭാവികമായിട്ട് ആ സിനിമ ആദ്യ ദിവസം പൃഥ്വിരാജിനെ പോലെ മുൻനിരയിലുള്ള ഒരു നടൻ അഭിനയിക്കുമ്പോൾ ആ സിനിമ നല്ലതാണെങ്കിലും അല്ലെങ്കിലും ഹൗസ്ഫുള്ളായിട്ടൊക്കെ ഓടേണ്ടതാണ്. എന്തുകൊണ്ടോ അതത്ര ഹൗസ്ഫുള്ളൊന്നും ആയിരുന്നില്ല. ആദ്യ ദിവസം തൊട്ടേ അതിന് നെഗറ്റീവ് റിവ്യൂസാണ് വന്നത്. ഇവിടുത്തെ ചില യൂട്യൂബ് ചാനലുകളും അതുപോലെ തന്നെ റിവ്യൂ ചെയ്യുന്നവരുമൊക്കെ ഏതാണ്ട് 90% ഈ സിനിമ കൊള്ളില്ല എന്ന തരത്തിലാണ് അഭിപ്രായങ്ങളൊക്കെ പുറത്തേക്ക് വന്നത്. അങ്ങനെ ആദ്യ ദിവസങ്ങളിൽ തന്നെ അത് കൂപ്പുകുത്തുകയുണ്ടായി. കുറച്ച് വർഷങ്ങളായിട്ട് ചിത്രീകരണം നടന്നുകൊണ്ടിരുന്ന ഒരു സിനിമയാണ്. അതിനൊരുപാട് പണം ചിലവായി എന്ന് അതിൻ്റെ നിർമ്മാതാവ് തന്നെ അവകാശപ്പെടുന്നത്. അതാണ് 40 കോടിയോളം ആയെന്നൊക്കെയാണ് പറയുന്നത്. അറിയില്ല, എനിക്കറിയില്ല. ഇപ്പോൾ ഇതിൽ ഒരു പുതിയ വിവാദവും ഒരു സംഭവ വികാസവും ഉണ്ടായിരിക്കുകയാണ്. ഒരു വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ശ്രമിക്കുന്നത്. ആ സിനിമ പരാജയപ്പെടുന്നു, വലിയ നഷ്ടത്തിലേക്ക് പോകുന്നു എന്ന് തിരിച്ചറിഞ്ഞ അതിൻ്റെ നിർമ്മാതാവ് ഇപ്പോൾ ചില യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുകയാണ്. അത് മതപരമായും രാഷ്ട്രീയപരമായിട്ടുമൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി അല്ലെങ്കിൽ ഇല്ലാത്തത് പറഞ്ഞു, ആ സിനിമയ്ക്കെതിരെ ഈ വെറുപ്പിൻ്റെ വിദ്വേഷം പരത്തുന്ന തരത്തിലുള്ള വാർത്തകൾ കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ടാണ് യൂട്യൂബ് ചാനലുകൾക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നത്. സംഗതി അവർ തേടിപ്പിടിച്ച് സംഘപരിവാര അനുകൂലം എന്ന് തോന്നുന്ന ചില ചാനലുകൾക്കെതിരെയാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ വാർത്തയാവുന്നു, വിവാദമാക്കുന്നു, സംഘപരിവാർ ഈ സിനിമയ്ക്കെതിരെ നിൽക്കുന്നു. അങ്ങനെ വിവാദവും വാർത്തയുമാക്കി ചില സുഡാപ്പികളെയും അതുപോലുള്ള ആളുകളെയൊക്കെ തിയേറ്ററിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു പരിപാടി, ഒരു സൈക്കോളജിക്കൽ പരിപാടിയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയൊക്കെ പറയുന്നവർക്ക് ഒരു സൈക്കോളജിക്കൽ പരിപാടിയാണ് അവർ ശ്രമിച്ചു നോക്കിയത്. പക്ഷേ അതും വളരെ ദയനീയമായിട്ട് തോക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. ഒരു സിനിമയുടെ അതിൻ്റെ തിരക്കഥ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് നല്ലതാണെങ്കിൽ ഒരുപക്ഷേ വലിയ കേമപ്പെട്ട നടന്മാരൊന്നും ഇല്ലെങ്കിലും ആ സിനിമ ഓടും. അല്ലെങ്കിൽ മോശം സിനിമയാണെങ്കിൽ ശരി, അത്രമാത്രം കുടുംബ പ്രേക്ഷകരുടെ പിന്തുണയും ഫാൻ ബേസും ഒക്കെ ഉള്ളൊരു നടനാണെങ്കിൽ ആദ്യത്തെ ഏതാനും ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരുപക്ഷേ ആ സിനിമ സുരക്ഷിതമായ രീതിയിലെത്തും. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വേണം ഒരു സിനിമയ്ക്ക്. പക്ഷേ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ല മികച്ച തിരക്കഥയോ അല്ലെങ്കിൽ നല്ല കണ്ടൻറ്റോ ഒന്നും ആയിരുന്നില്ല ആ സിനിമയ്ക്ക്. മാത്രമല്ല അയാൾക്ക് ഈ പറയത്തക്ക വലിയ ഫാൻ ബേസ് ഒന്നും ഇല്ലേയും താനും. ഇപ്പോൾ ഈ ബേസിൽ ജോസഫിന് കിട്ടുന്ന അതുപോലും ഇപ്പോൾ പൃഥ്വിരാജിനുണ്ടോ എന്ന് സംശയമാണ്. പിന്നെ ഏതൊരു സിനിമയും ലോങ് റണ്ണിൽ ഓടണമെങ്കിൽ തീർച്ചയായിട്ടും ഫാമിലി സപ്പോർട്ട് വേണം. പൃഥ്വിരാജിന് ഉണ്ടെന്ന് അയാൾ ഇതുവരെ വിശ്വസിച്ചിരുന്ന, കുറച്ച് കാലം മുമ്പ് വരെ ഉണ്ടെന്ന് വിശ്വസിച്ചിരുന്ന ആ കുടുംബ സപ്പോർട്ട്, ഫാമിലി സപ്പോർട്ടൊക്കെ അയാൾക്ക് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. അതിനാൽ തന്നെ അയാളുടെ സിനിമ ഇറങ്ങിയാലും അതിന് എത്ര നല്ലതാണെങ്കിലും ശരി, OTT വരുമ്പോഴോ അല്ലെങ്കിൽ TV വരുമ്പോഴോ കാണാമെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു ചെറിയ ശതമാനം ആളുകൾ ഇവിടെയുണ്ട്. അതിനാൽ തന്നെ അത്തരക്കാർ ഇത് കാണാൻ വേണ്ടി തിയേറ്ററിൽ പോവില്ല. അത് ആരുടെയും കുറ്റമല്ല, അത് ഓരോരുത്തരുടെ കയ്യിരിപ്പിൻ്റെ കുറ്റമാണ്. ഒരുപക്ഷേ ഇനി അന്യഭാഷ ചിത്രങ്ങളിൽ വലിയ പേരുകേട്ട സംവിധായകരുടെ സിനിമയിൽ അഭിനയിച്ച് അയാൾ ഇതൊക്കെ ചിലപ്പോൾ ഒരുപക്ഷേ ബാലൻസ് ചെയ്തേക്കാം. പക്ഷേ നിലവിൽ കേരളത്തിൽ ഒരു മലയാള സിനിമയിൽ പൃഥ്വിരാജ് അഭിനയിച്ച് വലിയ വിജയം നേടുക എന്നത് കുറച്ച് കാലത്തേക്ക് അയാൾ അതിനെപ്പറ്റി ചിന്തിക്കേണ്ട എന്നാണ് തോന്നുന്നത്. കാരണം അയാൾക്ക് നേരത്തെ ഉണ്ടായിരുന്ന കുറേ പ്രേക്ഷകരെയും കൂടെ വെറുപ്പിച്ച് വെച്ചിട്ടുണ്ട്. പോരെങ്കിൽ കുടുംബ പ്രേക്ഷകർക്ക് ഇപ്പോൾ വലിയ താല്പര്യമില്ല. പിന്നെ മോഹൻലാലോ അല്ലെങ്കിൽ അതേപോലുള്ള നടന്മാരോ ഒക്കെ ആയിട്ട് ചേർന്ന് വല്ല സിനിമ വന്നാൽ മാത്രം രക്ഷപ്പെട്ടു പോകുന്ന ഒരു സ്ഥിതിയിലാണ് അയാൾ എത്തപ്പെട്ടിരിക്കുന്നത്. ഈ കണ്ണാടി നന്നാവാത്തതിന് മുഖത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ അങ്ങാടി തോറ്റേന് അമ്മയുടെ നെഞ്ചത്ത് എന്നൊക്കെ പറയുന്ന പോലെ ഒരു സിനിമ ഇറങ്ങുന്നു, അത് സ്വാഭാവികമായ രീതിയിൽ പൊട്ടിത്തകർന്ന് വലിയ നഷ്ടമുണ്ടാകുന്നു. അതിൻ്റെ പേരിൽ യൂട്യൂബ് ചാനലുകൾ റിവ്യൂ ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ആരെങ്കിലും റിവ്യൂ പറഞ്ഞുകൊണ്ടാണ് തങ്ങളുടെ പടം പരാജയപ്പെടുന്നു എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ നിർമ്മാതാവ് കേസിന് പോകുക എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അതിനെ നേരം കാണും. ഈ റിവ്യൂ ചെയ്യുന്നവർ എത്രയും കാലമായിട്ട് ഇത് ചെയ്യുന്ന സംഭവമാണ്. ഒരു സിനിമ നല്ലതാണെങ്കിൽ അല്ലെങ്കിൽ അതിൽ അഭിനയിച്ചിരിക്കുന്ന ആളുകളെ, ആ നടന്മാരെയും നടിമാരെയൊക്കെ ആളുകൾക്ക് ഇഷ്ടമുള്ള വ്യക്തിയാണെങ്കിൽ ആ ഒരു രീതിയിലും കാണുന്നവരുണ്ട്. പക്ഷേ ഇവിടെ രണ്ടും ഈ സിനിമാ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ വർക്കായില്ല എന്നേ ലളിതമായിട്ട് പറയാനുള്ളൂ. അല്ലാതെ ഇത് റിവ്യൂ ചെയ്തതിൻ്റെയോ ഏതെങ്കിലും യൂട്യൂബ് ചാനലുകൾ വാർത്ത കൊടുത്തതിൻ്റെയോ കുഴപ്പമൊന്നുമില്ല. അത് കൊള്ളില്ല. പിന്നെ പോരെങ്കിൽ ഫാമിലി ഓഡിയൻസിന് ഇയാളോട് ഇപ്പോൾ അത്ര വലിയ പദ്യവുമില്ല. അത് അയാളുടെ മുൻകാല ചെയ്തികൾ കൊണ്ടായിരിക്കാം. അതിന് മറ്റാരുടെയെങ്കിലും നെഞ്ചത്ത് കയറിയിട്ട് ഒരു കാര്യമില്ല എന്നുകൂടി ഇതിൻ്റെ നിർമ്മാതാവിനെ ഓർമ്മിപ്പിച്ചുകൊള്ളുന്നു.